ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങളൊരു ആക്ച്വലി ഒരു 20,000 റേഞ്ചിൽ നിങ്ങളൊരു അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ iQന്റെ Z10R എന്ന് പറഞ്ഞ വേറൊരു പുതിയ മോഡലാണിത്. Z10 ഒക്കെ നിങ്ങൾ ഓൾറെഡി ഉണ്ട്. Z10 ആകുമ്പോൾ നമുക്ക് 25,000 24 ആ റേഞ്ചിലൊക്കെ വരും. Z10R ആകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ കാർഡ് ഡിസ്കൗണ്ട് അടക്കം നമുക്കൊരു 18,500 സാധനം കയ്യിൽ കിട്ടും കേട്ടോ. 8GB 128GB വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ബോക്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഇതിൻ്റെ മെയിൻ ചാനൽ ഇട്ടുണ്ട്, അത് കാണാത്തൊരു കണ്ടു നോക്കുക. നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് കിട്ടുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജറും എനിക്ക് തോന്നുന്നത് 44 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൽ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് കേബിളും അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ കേട്ടോ. നമ്മുടെ നോർമൽ ബാക്കിയുള്ള iQ ഡിവൈസുകളിൽ കിട്ടുന്ന പോലെ അയമണ്ടൻ ചാർജർ അല്ല, ഇതൊരു കുട്ടി ചാർജർ എന്ന് വേണമെങ്കിൽ പറയാം. 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ട് വരുന്ന ഒരു ചാർജറാണ് കേട്ടോ. ഇതാണ് സാധനം വരുന്നത്. Type A to Type C ആണ്, Type C to Type C അല്ല. എന്താ വെച്ചാൽ ഞാനിതൊക്കെ iQ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ iQ13 ഒക്കെ ഉണ്ടല്ലോ, iQ13 ഒക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൽ ബോക്സിൽ കിട്ടുന്നത് Type C to Type C ആണ്, 120 വാട്ടിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മെയിനായിട്ട് എടുത്ത് പറയാൻ കാരണം കേട്ടോ. ഇത് ആക്ച്വലി ഒരു കർവ് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതാണ് സാധനം വരുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യാമറ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. പക്ഷേ ഇത് 2 കളറിൽ അവൈലബിൾ ആണ്, ഒരു ബ്ലൂ കളറും പിന്നെ ഒരു വൈറ്റ് കളറും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വൈറ്റ് കളർ എടുത്താൽ മതി. ഇതിൻ്റെ ക്യാമറ ഇതൊക്കെ ഉണ്ട്. അത് ആക്ച്വലി വിവോ V50 സീരീസിൻ്റെ എടുത്ത പോലെ ഉണ്ട് പറയുമ്പോൾ. iQ നിങ്ങൾക്ക് അറിയിക്കില്ല, വിവോയുടെ സബ് ബ്രാൻഡാണ്, ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം വിവോൻ്റെ. അപ്പോൾ ആ ഒരു വെള്ള കളറാണ് ഉണ്ടത്. വെള്ള കളർ നല്ല ലുക്ക് ഉണ്ട്, ശരിക്കും ഒരു മാർബിൾ ഫിനിഷ് പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഫ്രെയിമൊക്കെ സിൽവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലുക്ക് വരുന്നുണ്ട്. ഭയങ്കര സ്ലിമ്മാണ് ഉണ്ട്. 7 സംതിങ് ഉള്ളൂ, 7.7 mm സംതിങ് ആണ് തിന്നുള്ളതുകൊണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇതിൽ 10,000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൾ സൈഡ് കർവാണ്. നമ്മുടെ ഇപ്പോൾ വില കൂടിയ ഫോണുകളിലൊക്കെ ഇപ്പോൾ എൻ്റെ X200 Proൻ്റെ ഒക്കെ ഡിസ്പ്ലേ ഇല്ലേ, അതേപോലത്തെ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ നോർമൽ മോട്ടോറോളയിൽ വരുന്ന പോലെ തന്നെ രണ്ട് സൈഡിൽ മാത്രം കർവ് വരുന്ന മോഡലല്ല. ഇത് മൈക്രോ കർവ് എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, എല്ലാ സൈഡിലും ആ സാധനമാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ഞാൻ കണ്ടു, ഒരു രക്ഷയില്ലാതെ ക്വാളിറ്റി ഡിസ്പ്ലേ. നമുക്ക് ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. ഞാൻ അത് പാസ്വേഡ് എന്തായിരുന്നു, ഞാനിപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇതാ കണ്ടോ, നല്ല കിടിലൻ ഡിസ്പ്ലേ. ഫ്രണ്ട് ഡിസ്പ്ലേക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇത് 20,000 ഫോണെന്ന് ആരും പറയില്ലടാ, അത്ര നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബെസലൊന്നും നിങ്ങൾക്ക് കാണാനേ പറ്റില്ല, കണ്ടു, ഒരു രക്ഷയില്ലാത്ത സാധനം. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ആയിക്കോട്ടെ കിടിലാണ്. 50 MP മെയിൻ ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 2 അത് പോട്ടെ വയ്ക്കാം. ഫ്രണ്ടിൽ 32 ആണ്. പക്ഷേ 2 മെയിൻ സെൻസേഴ്സ് കിടിലനാണ്. ഞാൻ ക്യാമറ സാമ്പിൾസൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയുടെ ഇടയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഓൾറെഡി കാണാവുന്നതാണ്. പിന്നെ നമുക്കിതിൽ വിവോൻ്റെ വൺ ടച്ച് OS തന്നെയാണ് വരുന്നത്. സെയിം സംഭവം തന്നെ നമ്മുടെ X100 Proയിലൊക്കെ വരുന്ന അതേ സംഭവം തന്നെ. ഭയങ്കര സ്മൂത്താണ്, ഒരു രക്ഷയിൽ. നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക സ്പെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി മെയിൻ സ്പെക്സ് ഒക്കെ നമുക്ക് ആക്ച്വലി നമ്മുടെ ആമസോണിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. ആമസോണിലാണ് അവൈലബിൾ ഉള്ളത്. Z10 ആണെന്ന് പറഞ്ഞ മോഡൽ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഓൺലൈൻ സെല്ലിംഗ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ ഒന്നും കിട്ടില്ല കേട്ടോ. ഞാനും ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ ഈ സാധനത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒരു വാല്യൂ തരുന്ന ഒരു ഫോൺ ഉണ്ടല്ലോ, 20,000 താഴെ നിങ്ങൾക്ക് ആക്ച്വലി ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ കിട്ടില്ല. പ്രത്യേകിച്ച് ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ കിട്ടില്ല. എന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ ഇറക്കുന്ന മോഡലുകൾക്ക് അവർ കമ്മീഷനൊക്കെ ചൂടിയിട്ടാണ് അതിൻ്റെ പ്രൈസ് തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്പെക്സ് അല്ലെങ്കിൽ ഫീച്ചർ വൈസ് അതിൻ്റെ അത് കുറയും. എന്നുവെച്ചാൽ അത് സ്വാഭാവികമാണ്. എന്ന് വെച്ചാൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇതങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മൊബൈൽ എടുക്കുമ്പോൾ ഒക്കെ ഓൺലൈൻ എടുക്കാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് മെജോറിറ്റി സാധനങ്ങളും പ്രത്യേകിച്ച് ഓൺലൈൻ മോഡൽസിലൊക്കെ നല്ല എന്താ പറയുക നമുക്ക് വാല്യൂ ഫോർ മണി തരുന്ന ഒരു മോഡൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് തവി പിടിക്കട്ടെ കേട്ടോ. Z10R അവിടെ പോയി. ഇതാണ് കണ്ടു. ഞാനിത് 2 ഓഗസ്റ്റിൽ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. ഇതാ കണ്ടോ, ഇതാണ് സാധനം വരുന്നത്. 8GB 128GB ആണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 2 കളറിലുണ്ട്, മൂൺസ്റ്റോൺ വൈറ്റ്, അതുപോലെ തന്നെ അക്വാമറൈൻ എന്ന സംഭവമുണ്ട്. Dimensity 7400 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സറാണ് നമുക്കിതിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 8 ലക്ഷത്തെ ഈ സ്കോറൊക്കെയാണ് നമുക്ക് അതിൻ്റെ സ്കോറിലൊക്കെ വരിക. 32 MP 4K സപ്പോർട്ട് വരുന്ന ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ബാക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 50 20 2 ആണ് വരുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള സ്പെക്ക് എന്ന് പറയുന്നത് നമുക്ക് പിന്നെന്താ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്.
ഫൺ ടച്ച് OS 15 ആണ്, ആൻഡ്രോയിഡ് 15 സെയിം തന്നെ. ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, ഓൾറെഡി പറഞ്ഞു. IP68 69 സപ്പോർട്ട് വരുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി രണ്ടും നമുക്ക് എന്താ പറയുക സിമ്മുകൾ ഇടാൻ പറ്റും. ഓവറോൾ നമുക്ക് ഈ പ്രൈസിന് എന്താ പറയുക വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒരു ആമസോൺ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് അതിൽ വരുന്നത്. HBM നോക്കുകയാണെങ്കിൽ 1300 വരുന്നുണ്ട്. പക്ഷേ 1300 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് അതാണ് HBM ആണ് നമ്മൾ നോർമലി നോക്കേണ്ടത്. അത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂയിങ് വിസിബിലിറ്റി നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ആണ്. 120 Hz സപ്പോർട്ട് വരുന്നുണ്ട്. 5700 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതായത് ഗെയിമിങ്ങിനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഈ പ്രൊസസ്സറിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ സാധനത്തിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഇതിൽ നമ്മുടെ LTPO അല്ല 60 Hz അതുപോലെ തന്നെ 120 Hz വരിക. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിവോൻ്റെ നമ്മുടെ ഫൺ ടച്ച് OSനെ കുറിച്ചാണ്. അത്യാവശ്യം നമുക്ക് ഗെയിമിംഗ് മോഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബഗ് നോക്കുകയാണ് നമ്മുടെ നോർമലി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് ഫൺ ടച്ച് OSൽ വരാറുള്ള കുറേ എന്താ പറയുക കൂതറ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ കളഞ്ഞിട്ടുണ്ട് അവർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഡീഫോൾട്ടായിട്ട് വരുന്നത് കുറേ റിമൂവബിൾ ആയിട്ടുള്ള ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത് പോട്ടെ, ബ്ലോട്ട്വെയർസ് എന്ന് പറയാൻ പറ്റില്ല അതിന് കറക്റ്റ്. എന്നാലും നമുക്ക് അതല്ലാണ്ട് നമുക്ക് വിവോൻ്റെ കുറച്ച് വിവോ ആപ്പ് സ്റ്റോർ വരുന്നുണ്ട്, തീംസ് വരുന്നുണ്ട്. പിന്നെന്താ IQ സ്റ്റോർ വരുന്നുണ്ട്. IQ സ്റ്റോർ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ല, IQ സ്റ്റോർ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈസി ഷെയർ എന്ന് പറഞ്ഞ സാധനം വരുന്നത് അത് ഈ വിവോക്കാരുടെയാണ്. അത് നമുക്ക് ഈ ഫയൽ ഷെയറിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം നല്ല സാധനം കേട്ടോ, കുഴപ്പമില്ല സാധനം. അല്ല ആഡും സംഭവമൊന്നുമില്ല, അത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ വിവോയിലായിക്കോട്ടെ എല്ലാത്തിലും വരുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് മിക്ക എല്ലാത്തിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അത് വേറെ കാര്യം, പ്ലേ സ്റ്റോറിലുള്ളതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വരുന്നുള്ളൂ ഡീഫോൾട്ടായിട്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അവർ കുറേയൊക്കെ കുറേ ഉഡായിപ്പ് ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ 20,000 റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവം എന്ന് പറയാം. നമുക്ക് ഗ്ലാസ് പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സെൻസേഷൻ എന്ന ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. അതും വലിയ മോശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്യാമറ സാമ്പിൾസ് ഒക്കെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരു 185 ഗ്രാമൊക്കെയാണ് നമുക്കിത് വെയിറ്റ് വരാം കേട്ടോ. പക്ഷേ 185 ഗ്രാമൊന്നും ശരിക്കും നമുക്കിത് എടുക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ബോക്സിൽ നമുക്കൊരു കേസ് വരുന്നുണ്ട്, ഒരു ക്ലിയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് യെല്ലോ ആവാത്ത കേസാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ടാണല്ലോ. ഒരു ഫുള്ളി ക്ലിയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് സംഭവം. ഈ ഒരു കേസാണ് നമുക്ക് ഇത് ഇൻബിൽഡ് ആയിട്ട് കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കേസിലിടുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് വരിക കേട്ടോ. കണ്ടോ, നമുക്ക് ഈ എന്താ പറയുക പോർട്ട് പ്രൊട്ടക്ഷനൊക്കെ വരുന്നൊരു സംഭവമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രോപ്പ് പ്രൊട്ടക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറൊരു കേസ് വാങ്ങിച്ചു തരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് AI ഫീച്ചേഴ്സും എല്ലാ അത്യാവശ്യം എന്താ പറയുക സർക്കിൾ ടു സെർച്ച് എല്ലാ പരിപാടികളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു സർക്കിൾ സെർച്ച് എല്ലാ പരിപാടികളും കിട്ടുന്നുണ്ട്. ഓവറോൾ ഒരു എന്താ പറയുക 18,500 കാർഡ് ഡിസ്കൗണ്ട് അടക്കം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ണും പൊട്ടിയെടുക്കാം കേട്ടോ. ഇതിന് വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ സത്യം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഇത്രയും സ്പെക്സും ഇത്രയും ക്യാമറ, പ്രത്യേകിച്ച് എനിക്ക് ക്യാമറ നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഓൾറെഡി സാമ്പിൾ കണ്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം ഇവർ ആക്ച്വലി ഇതിനെ ലോഞ്ച് ചെയ്തേക്കുന്നത് വ്ളോഗിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഡ്ജറ്റ് റേഞ്ചിൽ. അതെനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്ത ഓൾമോസ്റ്റ് സത്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ സ്ക്രീൻ കാർഡും വരുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ കർവ് ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ കാർഡ് നോർമലി ഇത് മാറ്റി ഇത് നമുക്ക് നോക്കി വിവോയുടെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ഒട്ടിച്ചേർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വിവോയുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കും. നല്ല സർവീസാണ്. വിവോ ഐക്കും സെയിം തന്നെയാണ്, സർവീസ് സെൻ്ററും സെയിം തന്നെയാണ്. ഫിംഗർ പ്രിൻ്റ് കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്, ഇഷ്യൂസും കാണാനൊന്നുമില്ല. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു under 20 രൂപ താഴെ വരുന്ന ഒരു ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, IQ Z10 R കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ഓവർവ്യൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.